കൊൽക്കത്തയിൽ വനിതാ ട്രെയിനി ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ന്യൂസ് 2-3 ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട്. സഞ്ജയ് റായ് എന്ന ആളാണ് പ്രതി. അദ്ദേഹം എന്താ പറയുക, അവിടുത്തെ ഒരു കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ആ വനിതാ ഡോക്ടറിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അപ്പം നമ്മൾ അതിൻ്റെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ കേട്ടു. കാരണം ഡോക്ടറെ കണ്ണാടി പോലും കണ്ണാടി ചില്ല് പോലും കണ്ണിൻ്റെ അകത്ത് കുത്തിക്കയറി, അല്ലെ ശരീരഭാഗങ്ങൾ എന്താ പറയുക ഇടിച്ച് നല്ല രീതിയിൽ പരിക്ക് ഏൽപ്പിച്ച് അങ്ങനെ കുറേ ഭയങ്കര ക്രൂരമായിട്ട് ചെയ്തൊരു കൊലപാതകമാണ്. അപ്പം അദ്ദേഹത്തെ പറ്റി, ആ കൊലപാതകയെ പറ്റി ഇപ്പോൾ തന്നെ കേൾക്കുന്ന 4 തവണ വിവാഹം ചെയ്ത് 3 ഭാര്യമാർ ഉപേക്ഷിച്ച് പോയി, 4ാമത്തെ ആളെന്തൊക്കെ ഭാര്യ മരണപ്പെട്ടു പോവുകയും ചെയ്ത ഒരു ആളാണ്. ഇദ്ദേഹത്തെ 3 ഭാര്യമാരും ഉപേക്ഷിച്ച് പോയതിൻ്റെ ഒരു കാര്യം തന്നെ പറഞ്ഞത് കടുത്ത മദ്യപാനി, അതുപോലെ തന്നെ ഭയങ്കരമായി ഫോൺ വീഡിയോയ്ക്ക് അഡിക്റ്റുമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നതിനാണ് അദ്ദേഹത്തിനെ അവർ ഉപേക്ഷിച്ച് പോയത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇപ്പം ഹെൽത്ത് വർക്കേഴ്സിനെതിരെ നടക്കുന്ന ഇഷ്യൂസ് നമ്മൾ കാണാറുള്ളതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഡോക്ടർ വന്ദന എന്ന ഡോക്ടറിനെ ഒരാൾ ഹോസ്പിറ്റലിൽ കയറി ക്രൂരമായി കൊലപ്പെടുത്തിയ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ്. ഇത് വൻ രീതിയിൽ ചർച്ചയായ വിഷയമായതാണ്. ഹെൽത്ത് വർക്കേഴ്സിന്, ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ എന്ന കാര്യം ഇല്ലാത്ത ഒരു സിറ്റുവേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പോഴത്തെ കൊൽക്കത്തയിൽ ഒരു വനിതാ ഡോക്ടർ, അതായത് അസുഖം വന്ന് ചികിത്സയ്ക്ക് വരുന്ന ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് പഠിച്ച് ആ ഒരു രീതിയിലേക്ക് വളർന്നു വന്ന ഒരു ഡോക്ടറെ, അല്ലെങ്കിൽ വീണ്ടും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറെയാണ് അദ്ദേഹം അതിക്രൂരമായിട്ട് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത്. ഇപ്പം കൊലയാളിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കൊലയാളി വീണ്ടും മദ്യലഹരിയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്നെ തൂക്കിക്കൊന്നോളാനാണ് പറഞ്ഞത്. യാതൊരുവിധ പേടിയും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് വളരെ പുച്ഛത്തോടു കൂടിയാണ് പോലീസിൻ്റെ അടുക്കൽ നിന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൻ്റെ ഒരു പോക്ക് ഇങ്ങോട്ടാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ആർക്കാണ് സുരക്ഷ ഉള്ളത്? നമുക്ക് എന്താ പറയുന്നത്, നാളെ ഞാൻ വഴിയെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ആരെങ്കിലും വന്ന് എന്നെ അപായപ്പെടുത്തി കഴിഞ്ഞാലും എന്താ പറയുക, കുറച്ച് നാളത്തെ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ആരെങ്കിലുമൊക്കെ എന്താ പറയുക പോയതായിട്ടുള്ളൂ. ബാക്കി കുറച്ച് നാൾ വാർത്തയിലൊക്കെ കാണും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതങ്ങമായി, പിന്നെ അടുത്ത വേറെ കൃത്യങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ ഈ നാടിൻ്റെ പോക്ക് ശരിയില്ല. കാരണം നാട്ടിൽ ചുമ്മാ മദ്യപാനവും മയക്കുമരുന്നും അതുപോലെ തന്നെ ഫോൺ അഡിക്ഷൻ, കൊലപാതകം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അത് എന്താ പറയുക, വേറൊരുത്തൻ്റെ മെക്കെട്ട് തൻ്റെ എന്താ പറയുക മനസ്സിലുള്ളത്, അല്ലെങ്കിൽ അവൻ്റെ തലയിൽ ഉദിച്ച് വരുന്ന എത്ര ക്രൂരമായ കാര്യമാണെങ്കിലും അത് വേറൊരുത്തൻ്റെ വെക്കെട്ട് പോലെ തീർക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ വളരെയധികം ശക്തമാകേണ്ടതുണ്ട്. ഇപ്പോൾ പിടിച്ച ആ പ്രതിനെ കൃത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഒന്നെങ്കിൽ കൊലക്കയറ് കൊടുക്കുക, അല്ലെങ്കിൽ വെടിവെച്ച് ആളെ തീർക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം ഇതെങ്കിലും കണ്ടിട്ട് ആൾക്കാർ പേടിക്കട്ടെ, ഇനിയെങ്കിലും കുറ്റകൃത്യങ്ങൾ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ഒരു വനിതാ ഡോക്ടറിനെ ഇപ്പോൾ കൊലപ്പെടുത്തി. ആദ്യ ദിവസങ്ങളിലൊക്കെ എന്താ പറയുക, നമ്മുടെ ന്യൂസ് ചാനലിലൊന്നും അത്രയ്ക്ക് കാര്യമായിട്ട് അതിനെക്കുറിച്ച് വന്നോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇനിയാണെങ്കിൽ പോലും ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ നമുക്ക് നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടതുണ്ട്, ഇന്ത്യയിൽ തന്നെ. കാരണം നമ്മൾ ആരോഗ്യ പ്രവർത്തകർ വയ്യാതെ വരുന്ന ആൾക്കാരെ ചികിത്സിച്ച് ഭേദമാക്കി വിടേണ്ട ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ അങ്ങനെയുള്ളവരെയും കൂടെ കൊന്നുകളയാന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ തോന്നൽ തോന്നുമ്പോഴത്തേക്കും ആരാന്ന് നോക്കത്തില്ല, നേരെ കയറി മെക്കിട്ട് കയറി കൊലപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെ തടയിടാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാകണം.